Silly Andy. Happy birthday, Silly Andy. Happy birthday. Happy birthday. Happy birthday, Nanny. Many happy returns of the day, Mema. Happy birthday, Mema. Mema, hope you are having a good birthday. I just wanted to tell you how special you are in our lives. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു മാമ, ഞാൻ വരണമെന്ന് കേൾക്കുമ്പോൾ തന്നെ കടലെടുത്ത് വെള്ളത്തിലിടുക, പിന്നെ എൻ്റെ എല്ലാ ബർത്ത്ഡേയും എല്ലാ വിശേഷ ദിവസങ്ങളും ഓർത്ത് എന്നെ ഏറ്റവും ആദ്യം വിഷ് ചെയ്യണത് എപ്പോഴും മേമയാണ്. പിന്നെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഞാനിങ്ങനെ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്, ഞാൻ ഇവിടെ ഡാൻസ് ഇപ്പൊ റീസെന്റ് കളിച്ചില്ലേ, അപ്പൊ ഞാൻ ആലോചിക്കുകയായിരുന്നു പണ്ട് ടാഗോറിൽ ഞാനിങ്ങനെ ആനുവൽ ഡേക്ക് ഡാൻസ് കളിക്കുമ്പം മേമ എറണാകുളത്തുനിന്ന് തിരൂര് വരെ വന്നിട്ട് എന്റെ ഡാൻസ് പ്രോഗ്രാം കാണാൻ വരാറുണ്ട്. അന്ന് എനിക്ക് അതിന് വലിയ വാല്യൂ തോന്നിയിട്ടില്ല. എന്റെ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊന്നും പഠിക്കുമ്പോൾ എനിക്ക് അതിന്റെ വാല്യൂ ഒന്നും അന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ ഇപ്പോഴും ഡാൻസ് കളിക്കുമ്പം അന്ന് മേമ എന്റെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് നിന്ന് തിരൂര് വരെ വരണത് ഇപ്പൊ എനിക്കത് എന്തോരം വലിയ കാര്യമാണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ പണ്ട് എറണാകുളത്ത് ഞാൻ സ്കൂൾ പൂട്ടലിന് അവിടെ വന്ന് നിൽക്കുമ്പം മേമയുടെ നിന്ന് പഠിച്ച ശീലാണ്. മേമ അന്ന് ഇതുമാതിരി ഹിന്ദി ചാനലിലൊക്കെ ദൂരദർശനിൽ വരണ അങ്ങനെ ഹിന്ദി റെസിപ്പി അങ്ങനെ കുക്കറി ഷോ ഒക്കെ കണ്ടിട്ട് മേമ ഇങ്ങനെ ബുക്കിൽ നോട്ട് എഴുതി വെക്കും അവര് പറയണ സാധനങ്ങൾ. എനിക്കൊന്നും ഭാഷ മനസ്സിലാവില്ല. അപ്പൊ മേമ അന്ന് ചെയ്ത അങ്ങനെ ആ റെസിപ്പി ബുക്കിൽ എഴുതി വെക്കുന്ന ആ ഒരു ആക്ട് കണ്ട ഓർമ്മയില് ഞാൻ ഇപ്പോഴും അങ്ങനെ യൂട്യൂബ് ഉണ്ടെങ്കിലും എല്ലാ വീഡിയോസ് റെഫർ ചെയ്താലും അവസാനം ഞാൻ അതെല്ലാം എന്റെ ഒരു റെസിപ്പി ബുക്കിൽ ഇങ്ങനെ കുറിച്ച് വെക്കും. അപ്പൊ എന്നോട് ഇങ്ങനെ നിതിനൊക്കെ ചോദിക്കും, നീ ഇപ്പോഴും എന്തിനാ ഇങ്ങനെ റെസിപ്പി ചെയ്തിരിക്കുന്നത്, അതൊക്കെ യൂട്യൂബിൽ എപ്പോഴും സേവ് ചെയ്ത് വെച്ചാൽ എടുക്കാൻ പറ്റില്ലെന്ന് ചോദിക്കും. പക്ഷെ എനിക്കത് അങ്ങനെ ഞാൻ മേമയുടെ നിന്ന് കണ്ടു പഠിച്ച ശീലങ്ങളിലൊന്നാണ്. അങ്ങനെ മേമ എന്റെ ലൈഫിലൊരു വലിയൊരു ഇൻഫ്ലുവൻസ് ആണ്, എന്റെ മമ്മീനേക്കാളും കൂടുതൽ ഒരു അർത്ഥത്തിൽ പറഞ്ഞാല്. ഐ ഫീൽ സോ ബ്ലെസ്ഡ് ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ആൻഡ് I hope you live many more years longer with good health and all the blessings. Appo, once again, happy birthday, Mema. We all love you. Hi, Andy. Hi, Mema. ആന്റിയുടെ 60ാമത്തെ പിറന്നാൾ ആഘോഷിക്കുന്ന ഈ ദിവസം എനിക്ക് ഏറ്റവും കൂടുതൽ, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫാമിലിക്ക് വളരെ മെമ്മറബിൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആന്റിയുടെ എല്ലാവരുടെയും ബർത്ത്ഡേ ഓർത്തിരുന്ന് പറയുന്നൊരു കാര്യമാണ്. എല്ലാവർക്കും അവരവരുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ഡേ ആണല്ലോ. അപ്പൊ അത് വളരെ കൃത്യമായ രീതിയിൽ ഓർത്തിരുന്ന് ആന്റി അതെല്ലാരെയും നമ്മുടെ ഫാമിലിയിലെ ഒരാളെ പോലും വിടാതെ ഓർത്തിരുന്ന് ആന്റി അത് വിഷ് ചെയ്യാറുണ്ട്. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആന്റിയുടെ ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് മെമ്മറിയിലുള്ളത്. അപ്പോൾ 60ാമത്തെ പിറന്നാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം ആന്റിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇനിയും ഒത്തിരി വർഷങ്ങൾ ആയുരാരോഗ്യത്തോടെ ഇരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ മേമ. Hi, Silly. Happy birthday. ഹാപ്പി ബർത്ത്ഡേ. ഹലോ. സിലാനിനെ പറ്റി ആലോചിക്കുമ്പോ ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത് എല്ലാവരുടെയും സഹായിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഓക്കെ, ഏത് സദസ്സിൽ പോയാലും ഏത് കൂട്ടത്തിൽ പോയാലും അവിടെ ചേർന്ന് പോവും, അവരുടെ ഒപ്പത്തിൽ നിൽക്കും. ഇപ്പൊ 2 കുടുംബക്കാരുള്ള സ്ഥലമാണെങ്കിൽ തന്നെ നമ്മുടെ കുടുംബക്കാരനോടും കൂടുതൽ മറ്റേ കുടുംബക്കാരായിട്ട് അടുപ്പുണ്ടാക്കുന്നത് സിലാന്റിയാണ്. അങ്ങനെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ പഴംപൊരി ഇഷ്ടാന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ എപ്പോ ലീവിന് വന്നാലും അല്ലെങ്കിൽ എപ്പോ വെക്കേഷന് താമസിക്കാൻ പോയാലും സിലാന്റി ആദ്യം ഉണ്ടാക്കുക പഴംപൊരിയാണ് അല്ലേ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത് പെട്ടെന്ന്. ഓക്കെ, അങ്ങനെ അപ്പോ എല്ലാവർക്കും ഇനിയും അധികം സഹായങ്ങൾ ചെയ്യുന്നതും എപ്പോഴും സന്തോഷവതിയായിരിക്കാനും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. Happy birthday, Silly. ഹലോ, ഹാപ്പി ബർത്ത്ഡേ സിലിയാൻഡി. 60 വയസ്സായില്ലേ. ഞങ്ങളുടെ കൂടെ എന്താ കളിച്ച് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു ഫ്രണ്ടിന് 60 വയസ്സായെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ ജാൻസൺ ഇവിടെ ഇല്ല. ജാൻസൺ ഒരു വർക്ക് ട്രിപ്പിലാണ് ഈ വീക്ക്. അത് ആ വീഡിയോയിൽ ഇല്ലാത്ത. ജാൻസന്റെ ഭാഗ്യം കൂടെ ഒരു ഹാപ്പി ബർത്ത്ഡേ. പിന്നെ എന്താ നമ്മുടെ എറണാകുളത്തെ ആഘോഷങ്ങളും എന്താ ഈസ്റ്ററും ഓണൊക്കെ ആലോചിക്കുമ്പോ സിലിയാന്റെ കയ്യിലത്തെ ഒരു മെയിൻ പാട്ടാണ് തമാശ പറച്ചിലും ചീട്ടുകളിയും ഇഷ്ടം പോലെ നല്ല ഭക്ഷണവും ഒരു മേളായിരുന്നു. പിന്നെ എന്താ കേക്കൊക്കെ മുറിച്ചോ ബർത്ത്ഡേക്ക്? അത് മുറിക്കണല്ലോ. ആരെങ്കിലും വരുന്നുണ്ടോ?
അടിച്ചു പൊളിക്കുന്ന നിങ്ങള്. ഓക്കെ, ആമി ഇവിടെ ഉണ്ട്. ആമി അവിടെ ലയണുമായിട്ട് കളിച്ചോണ്ടിരിക്കുക. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ ആമി. ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ ഉമ്മ. ഓക്കെ ശരി, അപ്പൊ എൻജോയ്. അല്ലാസ് എന്ന് പറഞ്ഞ വാക്കിനെ ഇത്രയും നമ്മുടെ ഇടയിൽ പോപ്പുലർ ആക്കി സിലിയാണ്ടിക്ക് 1000 ജന്മദിന ആശംസകൾ. അപ്പോൾ ഹാപ്പി 60th ബർത്ത്ഡേ ഫ്രം കീർത്തി ആൻഡ് ചാർലി. ബൈ. ഹാവ് എ ബ്ലെസ്ഡ് ബർത്ത്ഡേ സിലിയാണ്ടി. ഹാപ്പി ബർത്ത്ഡേ സിലിയാൻഡി. Hi Siliandi, wishing you a very happy birthday. May God bless you. എല്ലാരും കൂടെ ബർത്ത്ഡേ അടിച്ചു പൊളിക്കൂ. Bye. Many happy returns of the day, Siliandi and Agu.